രാഷ്ട്രീയത്തിലെ അതികായൻ KM മാണി വിടവാങ്ങിയിട്ട് ഇന്ന് 6 വർഷം പൂർത്തിയാകുന്നു. എണ്ണിയാലൊടുങ്ങാത്ത റെക്കോർഡുകൾക്ക് ഉടമയായ KM മാണിയുടെ വിടവാങ്ങൽ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കിയത് നികത്താനാകാത്ത വിടവ് തന്നെയാണ്. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി MLA ആയി 50 വർഷം പൂർത്തിയാക്കിയ രാഷ്ട്രീയ നേതാവായിരുന്നു KM മാണി. കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപള്ളിയിൽ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന KM മാണി തന്റെ കഠിന പ്രയത്നവും ഇച്ഛാശക്തിയും കൊണ്ടാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവായി മാറിയത്. ഏറ്റവും കൂടുതൽ തവണ മന്ത്രിയായിട്ടിരുന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ബജറ്റുകൾ അവതരിപ്പിച്ച മന്ത്രി എന്ന റെക്കോർഡും. കർഷകരോടും അധ്വാനിക്കുന്ന കർഷക ജനതയോടും എന്നും പ്രത്യേക പരിഗണന കാണിച്ചിരുന്ന അദ്ദേഹം അവർക്കായിട്ട് ഒട്ടനവധി പദ്ധതികളാണ് നടപ്പിലാക്കിയത്. കാരുണ്യ ബെനവലന്റ് പദ്ധതി, വാർദ്ധക്യ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, വെളിച്ച വിപ്ലവം തുടങ്ങിയ എണ്ണിയാലൊടുങ്ങാത്ത പദ്ധതികൾ നടപ്പിലാക്കിയ മനുഷ്യ സ്നേഹിയായിരുന്നു KM മാണി. 13 ബജറ്റുകൾ എന്ന അടുത്തിടെ ആർക്കും തകർക്കാൻ കഴിയാത്ത റെക്കോർഡുമിട്ടാണ് KM മാണി മടങ്ങിയത്. ഓരോ ബജറ്റുകളിലും മാണിയുടേതായ അടയാളമുണ്ടായിരുന്നു. രാജ്യത്താദ്യമായി കാർഷിക പെൻഷൻ മാണി പ്രഖ്യാപിച്ചത് ബജറ്റിലൂടെയാണ്. വിധവ പെൻഷൻ ഉൾപ്പെടെ ക്ഷേമ പെൻഷനുകളുടെ തുടക്കക്കാരനും KM മാണി തന്നെയായിരുന്നു. 2011 ബജറ്റിൽ പ്രഖ്യാപിച്ച കാരുണ്യ ചികിത്സാ സഹായ പദ്ധതിയാണ് ജനങ്ങളുടെ മനസ്സിൽ ഏറെ ഇടം പിടിച്ച പദ്ധതി. ലോട്ടറിയുടെ വരുമാനം മാരക രോഗങ്ങളാൽ വലയുന്ന പാവപ്പെട്ടവരുടെ ചികിത്സയ്ക്കായി വഴിമാറ്റിയ പദ്ധതിയിലൂടെ 1,42,000 പേർക്ക് 1,200 കോടി രൂപ വിതരണം ചെയ്തു. റബ്ബർ കൃഷിയെ സ്പർശിക്കാതെ ഒരു ബജറ്റും മാണി അവതരിപ്പിച്ചിട്ടില്ല എന്നു തന്നെ പറയേണ്ടി വരും. ബജറ്റ് അവതരണത്തിൽ കവിതകളും സംസ്കൃത ശ്ലോകങ്ങളും ഉൾപ്പെടുത്തി ബജറ്റ് അവതരണത്തിന്റെ വിരസത മാറ്റുന്നതിനുള്ള പൊടിക്കൈകൾക്ക് തുടക്കമിട്ടതും മാണി തന്നെയായിരുന്നു. അതിപ്രഗത്ഭനായ സാമാജികനായിരുന്നു KM മാണി. ബജറ്റോ നിയമനിർമ്മാണമോ നന്ദി പ്രമേയമോ എന്താണെങ്കിലും ശരി, നിയമസഭയിൽ നല്ല ഗൃഹപാഠം നടത്തി വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ എന്നും മാണി മാതൃകയായിരുന്നു. 117 പേരുടെ പിന്തുണയുമായി EMS സപ്തകക്ഷി മന്ത്രിസഭ രൂപീകരിച്ച 1977 ഭരണപക്ഷത്തെ വിറപ്പിച്ച 14 പേരിൽ പ്രമുഖൻ പാലക്കാരുടെ കുഞ്ഞുമാണി തന്നെയായിരുന്നു. ഭരണഘടനയും നിയമസഭാ ചട്ടങ്ങളുമില്ലാതെ മാണി നിയമസഭയിൽ എത്തിയതായി അറിയില്ലെന്നാണ് നിയമസഭയിലെ ഉദ്യോഗസ്ഥർ ഓർമ്മിക്കുന്നത്. ആധികാരികത ഉറപ്പുവരുത്താതെ ഒരു രേഖയും മാണി സഭയിൽ അവതരിപ്പിക്കില്ല. നിയമസഭാ ലൈബ്രറി ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തിയിരുന്ന ആളും മാണി എന്ന് ലൈബ്രറി ജീവനക്കാർ പറയുന്നു. പുതുതലമുറയ്ക്കെന്നും മാതൃകയായ നിയമസഭാ സാമാജികനെയാണ് KM മാണിയുടെ വിയോഗത്തിലൂടെ കേരള സംസ്ഥാനത്തിന് നഷ്ടമായത്. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായിരുന്ന രാഷ്ട്രീയ ചാണക്യന്റെ ദീപ്ത സ്മരണയ്ക്ക് മുൻപിൽ വിറ്റ്നസ് ചാനലിന്റെ ശതകോടി പ്രണാമം.